മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മനോരമ ന്യൂസ് നാട്ടുസൂത്രത്തിലേക്ക് തിരികെ സ്വാഗതം. ഇനി നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴയിലെ പുന്നപ്ര സൗത്ത് പഞ്ചായത്തിലേക്കാണ്. അവിടുത്തെ സർക്കാർ സ്കൂളുകൾ കണ്ടാലുണ്ടല്ലോ, അവിടെ നിന്ന് പഠിച്ചിറങ്ങിയോ അല്ലെങ്കിൽ മറ്റു സ്കൂളുകളിൽ പഠിച്ച ആളുകൾക്ക് വരെ ഒന്നുകൂടി ആ സ്കൂളുകളിൽ ഒന്ന് പോയിട്ട് പഠിക്കാൻ തോന്നും. കാരണം അത്ര ഗംഭീരമാണ് അവിടുത്തെ ക്ലാസ് മുറികൾ. പുന്നപ്രയിലെ സ്കൂൾ കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ്. കാരണം അവർക്ക് മുൻകാലത്തേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ക്ലാസ് മുറികളിൽ ലഭ്യമായിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുന്നപ്ര സൗത്ത് പഞ്ചായത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കിയിട്ടുള്ള വൺ ടേബിൾ വൺ ചെയർ പദ്ധതി. ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഇടത്തരക്കാരുടെ മക്കൾ മാത്രമാണ്. അവരെല്ലാം വളരെ അഭിമാനത്തോടു കൂടിയാണ് ക്ലാസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങളെ എല്ലാ ക്ലാസ് മുറികളിലും വൺ ടേബിൾ വൺ ചെയർ വന്നതിൻ്റെ നേരത്തെ ഞങ്ങൾക്ക് പുസ്തകങ്ങൾ അടുക്കി വെക്കാനും നന്നായി പഠിക്കാനും സൗകര്യങ്ങളുണ്ട്. പുന്നപ്ര സൗത്ത് പഞ്ചായത്തിന് വിട്ടു നൽകിയ ഗവൺമെന്റ് JBS, COMA UPS, ഗവൺമെന്റ് മുസ്ലിം LPS, എയ്ഡഡ് സ്കൂളായ ബീച്ച് LPS എന്നിവിടങ്ങളിലാണ് വൺ ടേബിൾ വൺ ചെയർ പദ്ധതി നടപ്പാക്കിയത്. ഒപ്പം തന്നെ ഓരോ ക്ലാസ് മുറികളിലും ഗ്രന്ഥശാലകളും തുടങ്ങി. പുതിയതായി കടന്നു വരുന്ന ഓരോരുത്തർക്കും വളരെ വ്യക്തമായി മനസ്സിലാകുന്ന രീതി വളരെ ഭംഗിയായി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സ്കൂളുകളെ ബാലസൗഹൃദമാക്കുന്നതിനാണ് പുന്നപ്ര സൗത്ത് പഞ്ചായത്തിന്റെ ഊന്നൽ. സ്കൂളുകളിൽ വർണ്ണക്കൂടാരം പാർക്കും, LKG UKG വിഭാഗങ്ങൾക്ക് വനം, സമുദ്രം, പരിസരം തുടങ്ങി ജീവിതവുമായി ബന്ധപ്പെട്ട തീമുകൾ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേക ക്ലാസ് മുറികളും ഒരുക്കിയിട്ടുണ്ട്. പുന്നപ്ര സൗത്തിലെ അംഗൻവാടികളും മാറി. AC-യും അറ്റാച്ച്ഡ് ബാത്റൂമുകളും വിശ്രമ മുറികളും എല്ലാം ചേർന്ന സ്മാർട്ട് അംഗൻവാടികൾ. അപ്പൊ ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പുന്നപ്ര സൗത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജുമോനും എത്തിയിട്ടുണ്ട്. ആദ്യം ഞാൻ ഒരു അധ്യാപിക കൂടി ആയതുകൊണ്ട് ടീച്ചറിലേക്ക്, ഇപ്പൊ നമ്മളൊക്കെ സർക്കാർ സ്കൂളിൽ ഒരു ബെഞ്ചിൽ തിങ്ങി ഞെരുങ്ങി ഇരുന്ന് പഠിച്ചവരാണ്. ചിലപ്പോൾ മഴ പെയ്താൽ അടുത്ത ക്ലാസ് റൂമിലേക്കൊക്കെ, വെള്ളം ക്ലാസ് റൂമിലേക്ക് വരുന്നതുകൊണ്ട് അടുത്ത ക്ലാസ് റൂമിലേക്കൊക്കെ പോയിട്ട്, ഞാനൊക്കെ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. പക്ഷെ ഈ സർക്കാർ സ്കൂളിൽ എന്നാ ഗംഭീരം അല്ലേ? അതെ അതെ, സാമൂഹിക നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ത്രിതല പഞ്ചായത്തുകളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലും. ആ അർത്ഥത്തിൽ ഇതൊരു വലിയ പദ്ധതി തന്നെയാണ്. ഇതിന്റെ ഒരു ഫലം കണ്ടു തുടങ്ങിയോ? ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പകർന്നു നൽകണമെന്നുണ്ടെങ്കിൽ ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യം കൂടെ അവർക്ക് കൊടുക്കണം. ആ ഒരു ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ക്ലാസ്സുകളിൽ എത്രത്തോളം ആധുനികവൽക്കരിച്ചുകൊണ്ട് പൊതുവിദ്യാലയങ്ങളെ പൊതുജനങ്ങൾക്ക് നല്ലതെന്ന് കാട്ടിക്കൊടുക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊരു ചിന്തയിലേക്ക് എത്തിയത്. അങ്ങനെ ചിന്തയിലേക്ക് എത്തുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങളുടെ ഗ്രാമത്തെ ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യമുണ്ട്. അത് ഞങ്ങൾ 2023 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടാതെ ഈ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു ബെഞ്ചിൻ്റെ ഒരറ്റത്തൊരു കുട്ടിയും മറ്റേ അറ്റത്ത് മറ്റൊരു കുട്ടിയും, ഒരാൾ പൊങ്ങുമ്പോൾ ഈ ബെഞ്ച് പൊങ്ങും. അങ്ങനെ 2 ഇൻസിഡൻ്റ് ഉണ്ടായി. അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഹർട്ട് ചെയ്തിരുന്നു. കാരണം പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത്ര ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ന് ഞങ്ങൾ ചിന്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കുട്ടിക്ക് 9,500 രൂപ വില വരുന്ന വൺ ടേബിൾ വൺ ചെയർ എന്നുള്ള ആശയം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. 73 ലക്ഷം രൂപ മുടക്കി അതെല്ലാവർക്കും കൊടുത്തു. ഇപ്പോൾ മറ്റ് പഞ്ചായത്തുകൾ അത് ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക വഴി ഗവൺമെൻറ് സ്കൂളുകൾ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അംഗൻവാടികൾ ഇപ്പോൾ ഞങ്ങൾ 26 അംഗൻവാടികളാണ് ഉള്ളത്. 8 അംഗൻവാടികൾ ഞങ്ങളിപ്പോൾ AC ചെയ്ത് കഴിഞ്ഞു. ഈ വർഷം മുഴുവൻ ബാക്കി എല്ലാം ചെയ്യും. അതെല്ലാം പൊതുജന പങ്കാളിത്തത്തോടു കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കുറേ പൈസ ഞങ്ങൾ പ്ലാൻ ഫണ്ടിൽ നിന്ന് വെക്കും, കുറേ ഫണ്ട് ഞങ്ങൾ ബേസിക് ഫണ്ടിൽ നിന്ന് വെക്കുന്നുണ്ട്, കുറേ പൈസ ഞങ്ങൾ പിന്നെ അൺടൈഡ് ഫണ്ട് ഉണ്ടല്ലോ, ടൈഡ് ഫണ്ടും അൺടൈഡും ഉണ്ട്. അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഹായിക്കുന്ന ഫണ്ട് അതിൻ്റെ അകത്ത് അത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പബ്ലിക് കോൺട്രിബ്യൂഷൻ. നമ്മുടെ കുട്ടികൾ നമ്മുടെ കാലാവസ്ഥയിൽ തന്നെ ഇരുന്ന് പഠിക്കണ്ട. അപ്പൊ ചെറുപ്പത്തിലെ ഇത്ര സുഖ സൗകര്യമൊക്കെ കിട്ടുമ്പോൾ എങ്ങനെയാ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്? ഈ സർക്കാർ സ്കൂളിൽ ചേർക്കുന്ന കുട്ടികളുടെ ഒരു സാമൂഹിക വിഭാഗം ഉണ്ടല്ലോ, അതായത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരാണല്ലോ ഇപ്പോൾ സർക്കാർ സ്കൂളിൽ വരുന്നത്. ഈ മാറ്റം വന്നതിന് ശേഷം അല്ലാത്ത വിഭാഗങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങൾ വരുന്നുണ്ടോ? എല്ലാ വിഭാഗത്തിൽ നിന്നും എല്ലാവരും വരുന്നുണ്ട്. മാത്രമല്ല അത് ഈ മാറ്റം വന്നതിന് ശേഷമാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. അംഗൻവാടിയിലേക്ക് കുഞ്ഞുങ്ങളെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മക്കളെ അവിടെയാണ് കൊണ്ടുവരുന്നത്, അംഗൻവാടിയിലേക്കാണ് കൊണ്ടുവരുന്നത്. കാരണം അത്രയും സൗകര്യമാണ്.
എയർ കണ്ടീഷൻ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കാനുള്ള പ്രചോദനം എന്താണ്? ഒരു ചോദിക്കാനൊരു കാരണമുണ്ട്, മറ്റേ കുറ്റപ്പെടുത്തിയല്ല ചോദിക്കുന്നത്. കാരണം നമ്മുടെ കുട്ടികൾ അവരെ ഈ ഒരു ദിവസത്തിൻ്റെ നല്ലൊരു പങ്ക് സ്കൂളിൽ ചിലവഴിക്കുന്നു. അവിടെ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ചിലവഴിക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. ബാക്കി സമയം മുഴുവൻ ആ വീടുകളിലാണ്. അവിടെ ഒരു പക്ഷേ മിക്കവാറും വീടുകളിൽ ഈ AC-യുടെ സൗകര്യം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാലാവസ്ഥ, ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് തന്നെ പലതരത്തിലുള്ള വിഷയങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കില്ലേ? ഇപ്പോൾ വീട്ടിലുണ്ടാകുന്ന ഒരു പൊല്യൂഷൻ അല്ല സ്കൂളിലുണ്ടാകുന്നത്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. ആ പൊല്യൂഷൻ നമ്മൾ വീട്ടിലുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയത്തില്ല. ഡോക്ടർമാരുടെ പാനലുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സൗകര്യങ്ങൾ തന്നെ ഒരുക്കിയത്. അതെ അതെ, ഞങ്ങളുടെ പിന്നെ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ, അതുപോലെ തന്നെ ഹോമിയോയിലെയും ആയുർവേദത്തിലെ ഡോക്ടർമാർ, പിന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രത്യേക പഠനം നടത്തിയ അവരെല്ലാം കൂടെ ചേർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടത്തിയ യോഗം ചേർന്ന ശേഷമാണ് വാസ്തവത്തിൽ അംഗൻവാടിയിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ അതിൻ്റെ വശങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് അത് ആരംഭിക്കാൻ കഴിഞ്ഞത്. ഇതിൻ്റെ സാമ്പത്തികത്തെ കുറിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ടുണ്ടോ? അതായത് എന്തായാലും നമ്മളൊരു എയർ കണ്ടീഷണർക്ക് ഒരു 5000 രൂപയെങ്കിലും മാസം അധിക ചെലവ്, റിക്കറിങ് എക്സ്പെൻസസ് പ്രതീക്ഷിക്കണ്ടേ? അതിനുള്ള വരുമാന സ്രോതസ് എന്താണ്? സാമൂഹികപരമായിട്ടുള്ള രീതിയിൽ ഇടപെട്ട് അങ്ങനെ ജനകീയ പങ്കാളിത്തത്തോടെയാണ് നമ്മൾ മിക്ക പദ്ധതി ഇങ്ങനെയുള്ള AC-യും മറ്റ് TV-കളും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ സംഘടിപ്പിക്കുക. അവിടെ ALMC ഉണ്ട്. ALMCയുടെ നേതൃത്വത്തിൽ മീറ്റിങ്ങുകൾ കൂടി അവിടെ നമ്മൾ എങ്ങനെയാണ് ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ കൂടിയാലോചിച്ചിട്ടാണ് അത് നമ്മൾ നടപ്പാക്കിയിരിക്കുന്നത്. ഇതിന് MP MLA ഫണ്ട് പഞ്ചായത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ, അതോ അത് കിട്ടിയിട്ടുണ്ടോ? ഇതിന് കെട്ടിട നിർമ്മാണത്തിന് MP MLA ഫണ്ടുകൾ കിട്ടും. മറ്റ് ഇതിൻ്റെ അതിൻ്റെ ഭൗതികമാരാകത്ത ഇന്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ജനകീയമായിട്ടാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത്. ഈ AC ഒക്കെ വെച്ച് സോളാർ വെക്കാമല്ലോ. ഞങ്ങൾ ആ പദ്ധതിയും കൂടെ ഏറ്റെടുത്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ അതിനൊക്കെ സോളാർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആളുകളെ കൊണ്ട് സ്പോൺസർ ചെയ്യിക്കാം. MLA ഫണ്ട് കിട്ടും, MP ഫണ്ട് കാരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല ചെലവുണ്ടല്ലോ. ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ എല്ലാ അംഗൻവാടിയുടെ മുകളിൽ സോളാർ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 26 അംഗൻവാടികളിൽ 10 വെച്ചാൽ മതി. ആ 10 അധികം വരുന്ന എനർജിയുടെ പൈസ മറ്റ് അംഗൻവാടികൾക്ക് കൊണ്ട് ചെലവഴിക്കാൻ പറ്റും. കുട്ടികൾ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ? പാർക്കിലേക്കൊന്നും ഇനിയിപ്പോ ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുള്ള എല്ലാ വർണ്ണക്കൂടാരം മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പാർക്കിലേക്കൊന്നും പോകാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ ദിവസവും പാർക്കിൽ പോകുന്ന അനുഭൂതി തന്നെയാണ് സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് സ്കൂളുകളെ എങ്ങനെ നമുക്കിങ്ങനെ ആക്കി തീർക്കാവുന്നത് ഒരു മോഡലാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് എല്ലാവർക്കും പിന്തുടരാവുന്ന. കോഴിക്കോട്ട് അതിന് മുമ്പ് ഹൈസ്കൂളാണ്. ഹൈസ്കൂൾ മൊത്തം 3 എയ്ഡഡ് സ്കൂൾ കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. ആ എയ്ഡഡ് സ്കൂള്, അപ്പോൾ എൻ്റെ വാർഡിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂളിനെ എങ്ങനെ നമുക്ക് 1 ടേബിൾ 1 ചെയറിലേക്ക് എത്തിക്കാം. ഉടനെ ഞങ്ങൾ അവിടുത്തെ മീറ്റിംഗ് കൂടി, അധ്യാപകരുടെ മീറ്റിംഗ് കൂടി, രക്ഷാകർത്താക്കളുടെ മീറ്റിംഗ് കൂടി, അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ കാണാൻ പോയി. അങ്ങനെ ഞങ്ങൾ 13 ദിവസം കൊണ്ട് 15 ലക്ഷം രൂപ ശേഖരിച്ച് എന്നിട്ട് ആ സ്കൂളും 1 ടേബിൾ 1 ചെയറിലേക്ക് എത്തിച്ചേർന്നു. മിച്ചം പൈസയും കിട്ടി. അപ്പോൾ മറ്റ് സ്കൂളുകളിൽ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. മറ്റ് 2 എയ്ഡഡ് സ്കൂളുകളുണ്ട്, അവരും അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്നും കുന്നും സർക്കാർ വിദ്യാലയങ്ങളെ കുഞ്ഞുങ്ങൾ ബെഞ്ചിൽ ഡെസ്കിൽ തന്നെ ഇരുന്ന് പഠിക്കണം എന്നുള്ള ചിന്ത തെറ്റാണ് എന്നാണ് ഞങ്ങൾ ഒരു അഭിനന്ദനവും നന്ദിയും കൂടെ മനോരമയ്ക്ക് അറിയിക്കുകയാണ്. ഞങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ഇത് വെച്ചപ്പോൾ, ഒരു ക്ലാസ് റൂമിൽ വെച്ചപ്പോൾ അത് ആദ്യം ഈ ലോകത്തോട് കാണിച്ചു കൊടുത്തത് മലയാള മനോരമയുടെ പ്രഭാത പരിപാടിയിലായിരുന്നു. അന്ന് അവർ പറയുന്നുണ്ടായിരുന്നു, ഈ ബാക്ക് ബെഞ്ച് അസോസിയേഷൻ, ഫ്രണ്ട് ബെഞ്ച് അസോസിയേഷൻ എന്ന ചിന്താഗതി പോകുന്നു. ബെഞ്ചും ഡെസ്കും ഓർമ്മയിലേക്ക് പോകുന്നു. പുന്നപ്ര സൗത്ത് പഞ്ചായത്ത് എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ബാക്ക് ബെഞ്ചിലായിരുന്നോ അതോ ഫ്രണ്ട് ബെഞ്ച്? ഉയരം കുറവായതുകൊണ്ട് എപ്പോഴും ഫ്രണ്ട് കൊണ്ടിരുന്നത്, അല്ലാതെ പഠിക്കുന്നത് കൊണ്ടല്ല. പക്ഷെ നമ്മളൊന്നും അന്ന് അങ്ങനത്തെ ബെഞ്ചിലൊന്നും ഇരിക്കുമ്പോ ചിന്തിച്ചിട്ടില്ല അല്ലേ, ഇങ്ങനത്തെ വലിയ ടേബിൾ ചെയറൊന്നും ചിന്തിച്ചില്ല. അതിൽ അന്ന് കംഫർട്ടബിൾ ആയിരുന്നു. ഇത് കണ്ടാൽ ഒരു വിദേശ നമ്മുടെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ചിലപ്പോൾ കാണിക്കുന്ന പോലെയുള്ള ഒരു സ്കൂൾ പോലെ തന്നെ തോന്നി. അതായത് ക്ലാസ് റൂമിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് അത് കാണാൻ പറ്റുന്നത്. കുട്ടികൾ അഭിമാന ബോധത്തോടെ ഒക്കെ ഇരിക്കുന്നത് അതാണ്. അത് ഭയങ്കര ഒരു ഫീലിംഗ് അവിടെ ചെല്ലുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പൊ തൃക്കരിപ്പൂർ പഞ്ചായത്തിനും വേണമെങ്കിൽ പോത്തങ്കോട് പഞ്ചായത്തിനും ഒക്കെ ഇത് വേണമെങ്കിൽ സ്വീകരിക്കല്ലേ? അതെ, അത് നടപ്പിലാക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും 3 നല്ല ആശയങ്ങളാണ് നമ്മൾ ഇന്നത്തെ നാട്ടുസൂത്രം അധ്യായത്തിൽ കണ്ടത്. ഇനിയും ഒരുപാട് നല്ല മികച്ച ആശയങ്ങൾ വരാനിരിക്കുന്നു. അതിലേക്കൊക്കെ നമുക്ക് പോകണം. എന്തായാലും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മനോരമ ന്യൂസ് നാട്ടുസൂത്രത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ദിവസം കാണാം.